അജയൻ്റെ രണ്ടാം മോഷണം ഓണത്തിന് ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു നീറ്റ് പടമായിട്ടാണ് എനിക്ക് ഈ പടം തോന്നിയത്. ഈ പടം കണ്ടപ്പോൾ എനിക്കെന്ന് വെച്ചാൽ പേഴ്സണലി ഇങ്ങനെ ഒരു വലിയൊരു ബ്രഹ്മാണ്ഡ പടം ആ ലെവൽ ഫീലൊന്നല്ല എനിക്ക് കിട്ടിയത്. എനിക്കെന്ന് വെച്ചാൽ നമുക്കറിയില്ല, ചില പടം കണ്ടു കഴിയുമ്പോൾ കൊള്ളാം, അല്ലെങ്കിൽ ഒരു നീറ്റ് പടം എന്നൊക്കെ പറയുന്ന ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. പടം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ടിക്കറ്റ് എടുത്ത പൈസ പോയി എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി. പിന്നെ പടം ഞാൻ 3Dയിലല്ല കണ്ടത്, ഞാൻ 2Dയിലാണ് കണ്ടത്. പിന്നെ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില സീൻസൊക്കെ എനിക്ക് തോന്നുന്നു 3Dയിൽ നല്ല എഫക്റ്റ് വരണം ചില സീൻസൊക്കെ ഉണ്ടായി. എങ്കിലും ഓവറോൾ നോക്കുമ്പോൾ ഇതൊരു 2Dയിൽ കണ്ടാലും വലിയ കുഴപ്പമുള്ളൊരു പടമായിട്ട് തോന്നുന്നില്ല. എങ്കിലും ചില ഫൈറ്റ് സീക്വൻസൊക്കെ എനിക്ക് തോന്നുന്നു 3Dയിൽ കാണുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ആക്ച്വലി ഈ സിനിമ എന്ന് വെച്ചാൽ ടൊവിനോ തോമസിൻ്റെ ഒരു പൂണ്ട് ലെയറും തന്നെയാണ് ഈ സിനിമ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കേളുമായിട്ട് വന്നതായാലും മണിയനായിട്ട് വന്നതായാലും ഇനി അജയനായിട്ട് വന്നതായാലും എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് കിടിലനായിട്ട് അതിൻ്റെ ഇമോഷൻസ് നമുക്ക് കറക്റ്റായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ തോന്നുന്നു കേളുവിൻ്റെ ആണ് എനിക്ക് കുറച്ച് അതിൻ്റെ സ്ക്രീൻ ടൈം കുറച്ച് കുറവാണ്, എങ്കിലും അത് നീറ്റായിട്ട് തന്നെ പോയിട്ടുണ്ട്. പക്ഷേ ബാക്കി രണ്ട് ക്യാരക്ടേഴ്സ്, എസ്പെഷ്യലി ആ ഒരു മണിയൻ്റെ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞാൽ പൊളിയായിരുന്നു. അതിൽ തന്നെ ചില ആക്ഷൻ സീക്വൻസ് എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പറായിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയിൽ നടിമാരായിട്ട് നോക്കുകയാണെങ്കിൽ 3 നടിമാർ വരുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് സുരഭി ലക്ഷ്മി. അവർ കിടിലായിരുന്നു. അതിപ്പോൾ ടൊവിനോനായിട്ടുള്ള കെമിസ്ട്രി ആയാലും അവരുടെ പെർഫോമൻസ് ആയാലും മൊത്തത്തിൽ കിടിലായിരുന്നു. അവർക്ക് ഇനിയും എനിക്ക് തോന്നുന്നു നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇനി ഒരുപാട് ഇതുപോലത്തെ ചില സിനിമകളിൽ നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ട്രസ്സാണ് അവർ. ബേസിൽ ജോസഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിയുടെ കോമഡീസ് ആയാലും എന്തായാലും നല്ല നീറ്റായി തന്നെ പോയിട്ടുണ്ട്. പിന്നെ ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഈ ഒരു നടൻ തിയേറ്ററിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. ഓഡിയൻസിൻ്റെ ഒക്കെ കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. ജഗദീഷിൻ്റെ കാര്യം ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം നമുക്കറിയാം പുള്ളി ഈയിടെയായിട്ട് എടുക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും നല്ല കിടിലൻ ശക്തമായ ക്യാരക്ടേഴ്സ് തന്നെയാണ്. അതിനിവിടെ ഒരു മാറ്റം വരുന്നില്ല, നല്ല കിണ്ണൻ ക്യാരക്ടർ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ജഗദീഷ് ഈയിടെയായിട്ട് ചെയ്ത ഒരു പടം അങ്ങനെ ഫ്ലോപ്പായിട്ട് പോയിട്ട് കാണുന്നുണ്ട് തിയേറ്ററിൽ നിന്ന്. അതിപ്പോൾ ഇപ്പോൾ ഏറ്റവും മോശം ടൈമിൽ കൂടെ പോകുന്ന നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു ലാലേട്ടനാണെന്ന് തോന്നുന്നു. ലാലേട്ടനായിട്ട് പോലും വന്ന ഒരു നേരെന്ന് വെച്ചാൽ നമുക്കറിയാം വമ്പം വിജയമായിരുന്നു. അതുപോലെ എനിക്ക് തോന്നുന്നു ജഗദീഷിൻ്റെ ഒരു പടം ഈ ഇടയായിട്ട് ഇറങ്ങിയത് ഒന്നും ഫ്ലോപ്പായിട്ട് പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പടത്തിൽ വില്ലനായിട്ട് വന്ന ഹാരിഷ് ഉത്തമനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എസ്പെഷ്യലി പുള്ളിയുടെ മറ്റ് ഭാഷകളിലുള്ള സിനിമകളുടെ വില്ലൻ ക്യാരക്ടറൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്തൊരു വില്ലൻ ക്യാരക്ടറായിട്ട് തോന്നി. കാരണം ആ ക്യാരക്ടറിന് അത്രേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എനിക്ക് അധികം ഈ പടത്തിനെ കുറിച്ച് ഇനി അധികം ഒന്നും പറയാൻ വരുന്നില്ല, എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ വിഷ്വൽസും മേക്കിംഗ് ഒക്കെ കിടിലാണെന്ന് നിങ്ങൾക്ക് ട്രെയിലർ തന്നെ കണ്ടാൽ മനസ്സിലാവും. പിന്നെ പടത്തിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, നല്ല നല്ല പണിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ആദ്യമൊന്നും പറയാനില്ല, ഒരു നല്ല പടം ഫാമിലിയായിട്ട് പോയിരുന്ന് കാണാം, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഒരു മുത്തശ്ശി കഥ, നമ്മുടെ വാലിബനിയിലൊക്കെ പറയുന്ന പോലെ ഒരു മുത്തശ്ശി ഒരു കൊച്ചുമോൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയിൽ നിന്ന് തുടങ്ങി പിന്നെ പയ്യെ ഇങ്ങനെ കയറിപ്പോകുന്ന ഒരു സ്ലോ പേസിലാണ് പടം പോകുന്നത് ആദ്യം, പിന്നെ ഇങ്ങനെ കയറി പോകും. എനിക്ക് പേഴ്സണലി അത്രയൊക്കെ തന്നെ ഈ ഒരു പടത്തിനെ കുറിച്ച് പറയാനുള്ളൂ, കൂടുതലായിട്ട് ഇനി പറയാനില്ല. പിന്നെ ഒരു കാര്യം പറയാൻ, ഈ പടം കാണുമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇനി OTT വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ നടക്കുന്ന ഒരു ശൈലി എന്ന് വെച്ചാൽ തിയേറ്ററിൽ ഹിറ്റാവുന്ന പടങ്ങൾ OTT വന്നിട്ടൊരു ഊക്കിപ്പോണ ഒരു പരിപാടി നമ്മളിവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ പോയി തന്നെ കാണാം. ഈ പടം കാണുമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാം, അല്ലാണ്ട് പിന്നെ OTT ഇറങ്ങി ടെലിഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കണ്ടിട്ട് പിന്നെ കൊണ അടിക്കാൻ നിൽക്കരുത്. അപ്പോൾ അത്ര തന്നെ ഈ കൊല്ലം തോണ ഏതായാലും അജയൻ തൂക്കിയിട്ടുണ്ട്. എന്നാ പറ പോലീസേ.